ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന കമ്പനി ബോർഡ് LGSയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ നോക്കുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന 1950 മാർച്ച് 15-നാണ്. ആസ്ഥാന യോജന ഭവനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അവസാന അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നത് കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകും, കെട്ടിട വൈസ് സർട്ടിഫിക്കറ്റ് നൽകും, കെട്ടിട നികുതി അടയ്ക്കൽ നൽകും. തന്നിട്ടുള്ള പ്രസ്താവനയിൽ 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം എന്ന് വെച്ചാൽ, 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ 69-74 4ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ ഘട്ടത്തിൽ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായ പ്രസ്താവന ഡി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ബാക്കി മൂന്നും ശരിയാണ്. അതായത് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംവരണി, അത് തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്താണ്? വ്യവസായ മേഖലകളിൽ നിന്ന് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രഫല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിക്കുക. ഇതൊക്കെയെന്ന് വെച്ചാൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി അടുത്തത്, 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. 1ാം പഞ്ചവത്സര പദ്ധതി വന്നത് 1951-56-ലാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കൃഷിയാണ്, കാർഷിക വികസനമാണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിൻ്റെ പ്രധാന കൃതിയാണ് ലേസേഴ്സ് സിദ്ധാന്തം. ദ വെൽത്ത് ഓഫ് നേഷൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. സെബിയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ബി ആണ് ആൻസർ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബിയുടെ പൂർണ്ണരൂപം. സെബി നിലവിൽ വന്നത് 1988 ഏപ്രിൽ 12-ന് നിലവിൽ വന്നത്. ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന് പറയുന്നത് GS പട്ടേൽ കമ്മിറ്റിയാണ് സെബി കൊണ്ടുവരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. എൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നിലവിൽ വന്നത് 1988 ഏപ്രിൽ 12-ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ച, സാശ്രയത്വമാണ്. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ച, സാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതി വന്നത് 1969-74-ലാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതി 69-74 ലക്ഷ്യങ്ങളെന്ന് വെച്ച് സ്ഥിരതയോട് കൂടിയ വളർച്ച, സാശ്രയത്വമാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. പട്ടിണി ഇല്ലാതാക്കുക, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കുക, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതിയും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യൻ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്.
നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഫോമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഗാന്ധിജിയുടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് സി ആണ് ശരിയല്ലാത്തത്. ബാക്കി മൂന്നും ശരിയാണ്. RBI 1935, നബാർഡ് 1982, SBI 1955. 1935 RBI, 1982 നബാർഡ്, 1955 SBI. സർക്കാർ നിയന്ത്രണങ്ങളിലെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് ആണ് ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാന് ആൻസർ എന്ന് വെച്ചാൽ സുമൻ ബെറി. അപ്പം നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കിയത്. ഇനി ആസൂത്രണത്തിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ഗുരുസാലാൽ നന്ദയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ട സുസ്ഥിര വികസനമാണ്. സഞ്ജയ പദ്ധതി നൽകുന്ന സേവനങ്ങൾ ഉടമസ്ഥാവകാശം, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കലാണ്. 4ാം പഞ്ചവത്സര പദ്ധതി 1969-74 ഘട്ടത്തിൽ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയുടെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്ന 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നീതി ആയോഗവുമായി ബന്ധപ്പെട്ടത് 2015 ജാനുവരിയിൽ നിലവിൽ വന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സമ്പന്ന തിങ്ക് ടാങ്കായ നീതി ആയോഗ് സഹന ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയെ പ്രാധാന്യം നൽകിയ മേഖല കൃഷിക്കാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ചാ സാശ്രയത്വമാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യനീതി തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ഗാന്ധിജിയുടേത്. മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയാണ്. ശരിയായിട്ടുള്ള പ്രശ്നം RBI 1935, നബാർഡ് 1982, 1955 SBIയിൽ. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണ് ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ഓക്കെ ഫ്രണ്ട്സ്.